നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ്, വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അസിഡിറ്റിയെ പറ്റിയാണ്. ഇപ്പോൾ എന്താണ് അസിഡിറ്റി? അസിഡിറ്റി എന്നാൽ അമ്ലത അഥവാ ആമാശയത്തിലെ ആസിഡ് ഉൽപ്പത്തി കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. പല ആൾക്കാർക്കും പല വിധത്തിലാണ് ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. ചിലർക്ക് നെഞ്ചരിച്ചിലായിരിക്കാം, ചിലർക്ക് വേറെ വേദനയായിരിക്കാം, ചിലർക്ക് നിർത്താതെയുള്ള ഛർദിയായിരിക്കാം. ഇതൊന്നും കൂടാതെ ചിലർക്ക് തൊണ്ടയുടെ പ്രശ്നങ്ങൾ, ചിലർക്ക് പല്ലിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കാണാം. അപ്പോൾ എല്ലാ അസിഡിറ്റിക്കും ചികിത്സ ആവശ്യമില്ല, എല്ലാ അസിഡിറ്റിക്കും എൻഡോസ്കോപ്പി ആവശ്യമില്ല. ചില ജീവിതശൈലി വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ മിക്ക അസിഡിറ്റിയും കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നിരുന്നാൽ പോലും ചില ലക്ഷണങ്ങൾ, അതായത് നമ്മുടെ ശരീരഭാരം കുറയുക, വെയിറ്റ് കുറയുക, അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും രക്തം ഛർദ്ദിക്കുക, അല്ലെങ്കിൽ മലത്തിൽ രക്തം പോവുക, അതും അല്ലെങ്കിൽ അസഹനീയ വേദന, കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെയുള്ള വേദന ഉണ്ടാവുക, അതും അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നാൽ നമ്മളതിന് റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളതിൻ്റെ ലക്ഷണങ്ങളായേക്കാം, ഒരു ഇനീഷ്യൽ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളായേക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണുക, എൻഡോസ്കോപ്പി ആവശ്യമാണെങ്കിൽ ചെയ്യുക. താങ്ക് യു.